എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലരോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ വളരെയധികം ക്ഷീണിതരായി പോകുന്നുവെന്ന്? അവർ നമ്മളിൽ നിന്ന് എനർജി മുഴുവൻ ഊറ്റിയെടുത്ത് കളഞ്ഞതുപോലെ തോന്നും. ഒരു വലിയ ജോലി ചെയ്തതിന് ശേഷമുള്ള അത്രയും തളർച്ച ചിലപ്പോൾ ഒരു ചെറിയ സംഭാഷണത്തിന് ശേഷവും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മാനസിക ഊർജത്തെ ചോർത്തിക്കളയുന്ന ഈ കാര്യത്തിന് പിന്നിലെ മനഃശാസ്ത്രം എന്താണ്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എനർജി വാമ്പേഴ്സ് അഥവാ നമ്മുടെ ഊർജം വലിച്ചെടുക്കുന്ന ആളുകളെക്കുറിച്ചും ഈ ക്ഷീണത്തിന് കാരണമാകുന്ന പ്രധാന കാരണങ്ങളെക്കുറിച്ചുമാണ്. നമ്മുടെ ക്ഷീണത്തിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെയാകാം. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ സാമൂഹികമായി ഇടപെടലുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ എനർജി നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഇൻട്രോവേർട്ടുകൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പീസ്ഫുൾ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കുമ്പോഴാണ് ഒരു ഹാപ്പിനെസ്സും ഊർജ്ജവും ലഭിക്കുന്നത്. ഒരു നീണ്ട സംഭാഷണത്തിൽ ചിന്തിച്ചും പ്രതികരിച്ചും ശ്രദ്ധിച്ചും ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജ്ജം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. എക്സ്ട്രോവേർട്ടുകളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ഇടപഴകൽ ഊർജ്ജം നൽകുമെങ്കിൽ ഇൻട്രോവേർട്ടുകൾക്ക് ഇതൊരു ബാറ്ററി ഡ്രെയിൻ ആണ്. അതുകൊണ്ട് ക്ഷീണം തോന്നുന്നത് സ്വാഭാവികമാണെന്ന് തിരിച്ചറിയുക. മറ്റൊന്ന്, നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി ആരാണെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ക്ഷീണം. ചില ആളുകളെ നമ്മൾ ഇമോഷണൽ വാമ്പേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇവർ സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും മാത്രം മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരിക്കും. അവർ നിങ്ങളിൽ നിന്ന് സിമ്പതിയും ശ്രദ്ധയും എനർജിയും നിരന്തരം വലിച്ചെടുക്കും. സംഭാഷണം ഒരു ഏകപക്ഷീയമായ കൊടുക്കൽ വാങ്ങൽ രീതിയായി മാറുകയും മറ്റേയാൾക്ക് ഇത് മുഴുവനും കേൾക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളെ വല്ലാതെ തളർത്തിക്കളയും. മൂന്നാമത്തേത്, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സംസാരിക്കുന്നത് വലിയ എനർജി നഷ്ടത്തിന് വഴിയൊരുക്കും എന്നതാണ്. ഇത്തരം രീതിയിൽ സംസാരിക്കുന്നതിൻ്റെ മാസ്കിംഗ് എന്നാണ് പറയുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളോട് വിനയം കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ വലിയ മാനസിക സമ്മർദ്ദത്തിന് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. ഇത് നിങ്ങളുടെ എനർജി ഇല്ലാതാക്കാനും വഴിയൊരുക്കും. നിങ്ങളുടെ വാക്കുകളും ശരീരഭാഷയും മുഖത്തെ ഭാവങ്ങളുമെല്ലാം ബോധപൂർവ്വം നിയന്ത്രിക്കുന്നത് തലച്ചോറിനൊരു വലിയ ജോലിയാണ്. ആ സംഭാഷണം അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മാനസികമായി വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അമിതമായി ചിന്തിക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ശരിയാണോ? അവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇനി എന്ത് പറയണം എന്നതൊക്കെ തലയിലൂടെ പോകുന്നത് വലിയ എനർജി നഷ്ടത്തിന് വഴിയൊരുക്കും. സെൽഫ് മോണിറ്ററിംഗ് നമ്മുടെ തലച്ചോറിനൊരു വലിയ ഭാരമാണ്. ഓരോ വാക്കും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുമ്പോൾ, ഓരോ പ്രതികരണവും നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മെന്റൽ എനർജി ഉപയോഗിക്കുന്നുണ്ടാകും. ആരോഗ്യകരമായ ബൗണ്ടറികൾ പാലിക്കാതെ സംഭാഷണങ്ങൾ നമ്മളെ തളർത്തിക്കളയും. സംഭാഷണം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് അവരോട് നോ പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് നോ പറയാൻ നിങ്ങൾക്ക് പറ്റാതെ വരും. ഇവരോടൊക്കെ എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളൊരു സംഭാഷണം തുടരുമ്പോൾ നിങ്ങളുടെ സ്പേസിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നതായി തോന്നുകയും ഇത് വലിയ ക്ഷീണത്തിന് കാരണമാവുകയും ചെയ്യും. എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഇനി പറയാം. ഒന്നാമത്തെ കാര്യം, ബൗണ്ടറികൾ സെറ്റ് ചെയ്യുക എന്നതാണ്. കൃത്യമായി തനിക്കിപ്പോൾ പോകേണ്ടതുണ്ടെന്നോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കേണ്ടെന്നോ നമുക്ക് പറയാൻ സാധിക്കണം. മറ്റൊന്ന്, ബ്രേക്ക് എടുക്കാൻ സാധിക്കുക എന്നതാണ്. കുറച്ച് സമയം ബ്രേക്ക് എടുക്കാനും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കും. ക്ഷീണം തോന്നുന്നത് നിങ്ങളുടെ ശരീരം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കാനാണ് അത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.